SIR എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഗതിയല്ല. കഴിഞ്ഞ 11 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു വർഗീയ ശക്തികൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഒടുവിലത്തെ ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങളുടെ പാർട്ടി നേരത്തെ തന്നെ RSSനെയും അതുപോലെ സംഘപരിവാര ശക്തികളെയും വിലയിരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ രാജ്യം ഒരുപാട് കാലമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു യോജിപ്പുമുള്ള പാർട്ടിയല്ല തുടക്കം മുതൽ, രൂപീകരിക്കപ്പെട്ട കാലം മുതൽ. അതുകൊണ്ട് അവർ ഇന്ത്യ രാജ്യത്ത് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കുമുള്ള ശ്രമം നടത്തുമെന്നുള്ളത് വളരെ മുൻകരുതലോടെ ആ കാര്യങ്ങൾ ഇന്ത്യയോട് പ്രഖ്യാപിച്ചൊരു പാർട്ടി CPIM ആണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാലം അത്രയും ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംവിധാനമുള്ള കേന്ദ്ര ഭരണ സ്ഥാപനമാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാം കാഴ്ചപ്പാട്. ഭരണഘടനയിലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എങ്ങനെയാണ് BJP ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്തെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് 3 അംഗ കമ്മിറ്റിയെ നിശ്ചയിച്ചപ്പോൾ ആ 3 അംഗ കമ്മിറ്റിയിൽ നിന്ന് കോടതി ജഡ്ജിയെ മാറ്റിയിട്ട് പകരം അമിത്ഷായെ പ്രതിഷ്ഠിച്ച ഒരു ഗവൺമെൻറ്റാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും വന്നതുപോലെ അവരുടെ കയ്യിലെ ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് ED പോലെ, അതുപോലെ CBI പോലെ, ഫിനാൻസ് കമ്മീഷനെ പോലെ, ഗവർണർമാരെ പോലെ അവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ. അത് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു മത്സരാർത്ഥി ആരാ? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളാകെ കോൺഗ്രസും CPM എല്ലാം ഉൾപ്പെടെ ഒറ്റക്കെട്ടായി ചെന്ന് പ്രസിഡന്റിനെ കണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് പരാതി കൊടുത്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങിയോ? നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു നോട്ടീസ് അയക്കാനുള്ള കരുത്ത് കാണിച്ചോ ഇലക്ഷൻ കമ്മീഷൻ? എന്നാൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നാൽ എന്തൊരു ആവേശമായിരുന്നു എടുത്തിയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനല്ല, അത് BJPയുടെ കമ്മീഷനാണ്. അവർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അവർ നേരത്തെ പാസ്സാക്കിയിട്ടുള്ള പൗരത്വ നിയമമുണ്ട്. പൗരത്വ നിയമം അനുസരിച്ച് അവർ കുടിയേറ്റക്കാർ എന്ന് കണക്കാക്കുന്ന എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം അടക്കമുള്ള ആളുകൾ അവർ ഇന്ത്യക്കാരല്ല. അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ ഉപയോഗിക്കുന്നു, അവരെ പുറത്താക്കാൻ വേണ്ടി നിയമങ്ങൾ ഉപയോഗിക്കുന്നു, കായികമായിട്ട് ആക്രമിച്ച് അവരെ ശരിപ്പെടുത്തി കളയുന്നു, ഒരു സ്ഥലത്ത് നാട്ടിയോടിക്കുന്നു. ഇപ്പോൾ നിയമപരമായിട്ട് അവരെ ഒഴിവാക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചിരിക്കുന്നു SIRലൂടെ. അതിൻ്റെ ഭാഗമാണ് ബീഹാറിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 68 ലക്ഷം പേരെ അവർ ഒഴിവാക്കി. തങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ഈ പറയുന്ന പോലെ ആളുകളെ അതിനകത്ത് അവർ ഉൾപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കള്ള വോട്ടുകൾ, കേരളത്തിൽ ആ ലക്ഷ്യം. ഇപ്പോൾ ബീഹാറിൽ കുറേ പേരുടെ വോട്ട് ഒഴിവാക്കി, കുറേ പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അത് കള്ളവോട്ടാണോ അല്ലയോ ഒന്നും ആർക്കും അറിയില്ല. ഒഴിവാക്കപ്പെട്ട മനുഷ്യരെന്തായാലും ഉണ്ട്, അവർ രംഗത്തുണ്ട്. എൻ്റെ ചോദ്യം, കേരളത്തിൽ SIRന്റെ ലക്ഷ്യം എന്തായിരിക്കും? അവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് വെട്ടും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. തങ്ങൾക്ക് BJPക്ക് ഇഷ്ടമില്ലാത്ത കുറേയേറെ വോട്ടർമാരെ ഒഴിവാക്കുക. അത് കേരളത്തിൽ നടക്കുമോ പ്രകാശ് മാസ്റ്റർ? അങ്ങനെ ഒരു ഡിലീഷൻ കേരളത്തിൽ നടക്കുമോ? ഇവിടെ വന്നിട്ടുണ്ട്. UDFും LDFും സമ്മതിക്കുമോ? അല്ല, അത് അനുവദിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളത്തിലെ ജനാധിപത്യ ശക്തികൾ ഇടതുപക്ഷത്തിന്റെ മുൻകൈയോടെ നടത്തും. പക്ഷേ വോട്ട് ചേർത്താൽ നിങ്ങൾ അറിയില്ല പ്രകാശ് മാസ്റ്റർ, അവിടെയാണ് പ്രശ്നം. വോട്ട് ഡിലീഷൻ ഒരു പക്ഷേ പ്രകാശ് മാസ്റ്റർ, വോട്ട് ഡിലീഷൻ LDFിനും UDFിനും കണ്ടുപിടിക്കാൻ പറ്റും. വോട്ട് ചേർത്താൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ വോട്ട് ചേർത്താൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവസാന നിമിഷമാണ് അന്തിമ വോട്ടർ പട്ടിക വരിക. നിങ്ങൾ വോട്ടർ പട്ടികയിൽ കള്ള വോട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുകയോ, അതുപോലെ വോട്ട് ഡിലീഷൻ നോക്കാൻ പോവുകയോ, അതിൽ വോട്ട് പിടിക്കാൻ പോവോ? അല്ല, ഇപ്പോൾ തന്നെ എന്തൊരു അന്യായമാണ് കാണിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ വീടുകളിലെല്ലാം വോട്ടർമാർക്ക് ഒരു ഫോറം കൊണ്ട് കൊടുത്തു. ഫോറത്തിൽ എന്താ? ഫോറത്തിൽ ഇപ്പോഴത്തെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് 2002 വോട്ട് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും ചേർക്കണം. അതിന് ചെയ്യാൻ പോകുന്നത് എന്താ? 2002 വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്ത് അതിനകത്ത് വോട്ടില്ലാത്തവർക്ക് ആർക്കും വോട്ടില്ല എന്ന് പറഞ്ഞാൽ 60% ആളുകൾക്ക് വോട്ടില്ല, അവർ വോട്ട് ചേർക്കണം. അങ്ങനെ വോട്ട് ചേർക്കുമ്പോൾ തന്നെ കുറേയേറെ ആളുകളെ സംബന്ധിച്ച് ഒരു നിശ്ചിതമായ കൊല്ലത്തിന് ശേഷം ജനിച്ച ആളുകൾ അവരുടെ നാഷണാലിറ്റി തെളിയിക്കണം. അവർ ഈ പൗരന്മാരാണെന്ന് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അതാ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞത്. ഇത് പൗരത്വ രജിസ്റ്റർ
പിൻവാതിലൂടെ നടപ്പിലാക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഇതിനെ കൂടെ ചേർക്കാൻ വേണ്ടി കഴിയും, ഇതിനെ കൂടെ തള്ളിക്കളയാൻ വേണ്ടി കഴിയും, ഇതിനെ കൂടെ ഈ പഴയ വോട്ടർമാരെ കുറേ തള്ളാനും കഴിയും. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വോട്ടർ പട്ടിക മാറ്റിമറിക്കാനാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് BJP ഒഴിച്ചു പറഞ്ഞു ഇത് പാടില്ല, തൽക്കാലം ഇത് ഒഴിവാക്കുകയെങ്കിലും വേണം. പക്ഷേ കേൾക്കാൻ സന്നദ്ധമല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് രഥം ഉരുളുക